SSLC +1 +2 വാല്യുവേഷനുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്ക് കർശന നിർദ്ദേശം കൊടുത്തുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് മാതൃഭൂമി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തു. ഉത്തരക്കടലാസ് നോക്കി ചിരിക്കരുത്, പ്രചരിപ്പിക്കരുത്. അധ്യാപകർക്ക് കർശന നിർദ്ദേശം. മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിൽ ഉത്തരക്കടലാസുകളിലെ തെറ്റുകളും തമാശകളും കണ്ടാൽ ചിരിക്കരുതെന്ന് അധ്യാപകർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശം. പുറത്തുള്ളവരോടോ മാധ്യമങ്ങളോടോ അത്തരം തെറ്റുകൾ പങ്കുവെക്കരുതെന്നും കർശന നിർദ്ദേശമുണ്ട്. അത് കുട്ടികളുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. SSLC +2 മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിലെ സൂപ്പർവൈസർമാർ അധ്യാപകരെ ഓർമ്മിപ്പിക്കുന്നത് ഇതൊക്കെയാണ്. ഉത്തരക്കടലാസിലെ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് നേരത്തെ നിർദ്ദേശമുണ്ട്. എന്നാൽ ഇക്കുറി കടുപ്പിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളിൽ അത്തരം വിശേഷങ്ങൾ വന്നതിൻ്റെ പേരിൽ കേസെടുത്തതും ബാലാവകാശ കമ്മീഷൻ സ്വയം കേസെടുക്കുമെന്നതുമാണ് വിലക്കിന് ഏറ്റവും പ്രധാന കാരണം. ഉത്തരക്കടലാസിലെ ഭാവനാവിലാസങ്ങൾ അധ്യാപകർ മുൻപ് പങ്കുവെക്കാറുണ്ടായിരുന്നു. കുട്ടികളെ തിരിച്ചറിയാത്തതിനാൽ അവ നിർദോഷ ഫലിതമായി മാറുമായിരുന്നു. പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി സ്വയം വിശകലനം നടത്താൻ പറയുമ്പോഴും ഉപന്യാസവും കത്തും തയ്യാറാക്കാൻ പറയുമ്പോഴുമൊക്കെയാണ് കുസൃതി കൂടുതലായി വരിക. ശാസ്ത്ര സാമൂഹ്യപാഠ ഉത്തരക്കടലാസുകളിലെ അത്തരം ഉത്തരങ്ങൾ മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിലെ സൂപ്പർവൈസർമാർ പോലും ഉറക്കെ വായിച്ചു കേൾപ്പിക്കുമായിരുന്നു. എന്നാൽ അതെല്ലാം കുട്ടികളെ അധിക്ഷേപിക്കലാണെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ. കുട്ടികളിൽ അത് അപകർഷതാബോധമുണ്ടാക്കുമെന്നും അധ്യാപകരെ ഓർമ്മിപ്പിക്കുന്നു. SSLC +2 THSLC മൂല്യനിർണ്ണയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം +1 വാല്യുവേഷനും +1 ഇമ്പ്രൂവ്മെൻറ്റ് ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വാല്യുവേഷൻ ക്യാമ്പുകൾ കുട്ടികൾ തമാശ രൂപത്തിലോ അല്ലെങ്കിൽ തെറ്റായോ ആൻസറുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കാനോ വായിക്കാനോ ആ കാര്യം പുറത്ത് ഷെയർ ചെയ്യാനോ മാധ്യമങ്ങളുമായി ഷെയർ ചെയ്യാനോ പാടില്ല എന്നാണ്. ഇതുമാത്രമല്ല, വാല്യുവേഷനുമായി ബന്ധപ്പെട്ട ഒരു വിശദ വിവരങ്ങളും പുറത്തേക്ക് ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല. ഞാൻ മുന്നേ വീഡിയോയിലും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായി വരുന്നൊരു കാര്യമല്ല. നമ്മൾ വാല്യുവേഷൻ കഴിഞ്ഞു എന്നതൊക്കെ നമുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അല്ലാതെ അവിടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പുറത്ത് അറിയിക്കാനോ അല്ലെങ്കിൽ ആരും അറിയിക്കാൻ പാടുള്ളതല്ല, ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ ആൻസർ കീ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ലഭ്യമായിട്ടുണ്ടാവും. അതുപ്രകാരം നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. അല്ലാതെ അവിടെ ഒരു ആൻസർ ഷീറ്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങളോ അതൊന്നും പുറത്ത് പറയാൻ പാടുള്ളതല്ല എന്ന് മുന്നേ ഉള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കുറച്ച് കൂടുതൽ കർശനമാക്കിയിരിക്കുന്നു. ഇന്ന് മാതൃഭൂമി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണിത്.